വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് റീന പോൾ. പ്രധാന വാർത്തകൾ. ഒക്ടോബർ 1 ജപമാല മാസാചരണം ആരംഭിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബൈബിൾ പകർത്തിയെഴുത്ത് ആരംഭിച്ചു. സെപ്റ്റംബർ 29 ഗോൾഡൻ ജൂബിലി ക്വിസ് മത്സരം നടത്തി. സെന്റ് വിൻസെന്റ് പോളിന്റെ തിരുനാൾ ഇടവകയിൽ ആഘോഷിച്ചു. ഡീക്കൻ പ്രിൻസിന്റെ തിരുപ്പട്ടം നവംബർ 18. വാർത്തകൾ വിശദമായി. ഒക്ടോബർ 1 ജപമാല മാസാചരണം ആരംഭിച്ചു. അന്നേ ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യൂണിറ്റുകളിലേക്കുള്ള മാതാവിന്റെ തിരുസ്വരൂപങ്ങൾ വെഞ്ചരിക്കുകയും യൂണിറ്റ് പ്രസിഡന്റുമാർക്ക് കൈമാറുകയും ചെയ്തു. ഒക്ടോബർ 1 മുതൽ 21 വരെ യൂണിറ്റുകളിലായിരിക്കും ജപമാല. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായുള്ള ബൈബിൾ പകർത്തിയെഴുത്ത് ബ്രദർ മൈക്കിളിന്റെ നേതൃത്വത്തിൽ പാരിഷ് ഹാളിൽ ആരംഭിച്ചു. സഹകരിച്ച എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും നന്ദി. തുടർ ഞായറാഴ്ചകളിലും ഈ സഹകരണം ഉണ്ടാകണമെന്ന് വികാരിയച്ഛൻ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും ബൈബിൾ പകർത്തിയെഴുത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ബൈബിളുമായി ഞായറാഴ്ച 2ാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് വരണമെന്ന് അറിയിക്കുന്നു. ആവേശവും ആകാംക്ഷയും നിറഞ്ഞ ഗോൾഡൻ ജൂബിലി ക്വിസ് മത്സരം കഴിഞ്ഞ ഞായറാഴ്ച 4 മണി മുതൽ ക്രിസ്തുരാജ പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. 12 യൂണിറ്റുകൾ മാറ്റുരച്ച ക്വിസ് മത്സരം അവതരണത്തിലെ വൈദഗ്ധ്യം കൊണ്ടും അംഗങ്ങളുടെ വാശിയേറിയ പങ്കാളിത്തം കൊണ്ടും സംഘാടകത്തിലെ മികവ് കൊണ്ടും വളരെ നിലവാരം പുലർത്തുന്നതായിരുന്നു. ക്വിസ് മത്സരത്തിലെ വിജയികൾ: 1ാം സ്ഥാനം സെന്റ് ജോർജ് യൂണിറ്റ്, 2ാം സ്ഥാനം സെന്റ് സേവിയർ യൂണിറ്റ്, 3ാം സ്ഥാനം സെന്റ് വിൻസെന്റ് പോൾ യൂണിറ്റ്. വിജയികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. പങ്കെടുത്ത എല്ലാ യൂണിറ്റിനും സംഘാടക സമിതി നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച 2 മണി മുതൽ 3:30 വരെ ലോഗോസ് ക്വിസ് മത്സരം നടന്നു. നമ്മുടെ ദേവാലയ നിർമ്മാണ സമയത്ത് റാഫിയച്ചന്റെ സഹായിയും വിശ്വാസ പരിശീലകനുമായിരുന്ന കപ്പൂച്ചിൻ സഭാംഗം ഡീക്കൻ പ്രിൻസിന്റെ തിരുപ്പട്ടം നവംബർ 18 തിങ്കളാഴ്ച രാവിലെ 9:15 ഇഞ്ചത്തൊട്ടി സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് നടക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ 2 വിശുദ്ധ കുർബാനകളിലും ഡീക്കൻ നേരിട്ട് ഇടവാംഗങ്ങളെ തിരുപ്പട്ട ചടങ്ങിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ഡീക്കൻ പ്രിൻസിനെ മുണ്ടത്തിക്കോട് ഇടവകയുടെ പ്രാർത്ഥനാശംസകൾ. സെപ്റ്റംബർ 22 സെന്റ് വിൻസെന്റ് പോൾ കുടുംബ കൂട്ടായ്മ തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെന്റ് പോളിന്റെ തിരുനാൾ ആഘോഷിച്ചു. അന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യൂണിറ്റിന്റെ നേർച്ച വിതരണവും ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 29 നമ്മുടെ ഇടവകയിലെ സെന്റ് വിൻസെന്റ് പോൾ സംഘടന തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥന്റെ തിരുനാൾ ആചരിച്ചു. അന്നത്തെ വിശുദ്ധ കുർബാനയിൽ വായനകൾക്ക് നേതൃത്വം നൽകിയത് വിൻസെന്റ് പോൾ അംഗങ്ങളായിരുന്നു. കുർബാനയ്ക്ക് ശേഷം പതാക ഉയർത്തുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. സെപ്റ്റംബർ 22 വേലൂർ ഫൊറാനയിൽ വെച്ച് നടന്ന മരിയോത്സവത്തിൽ മുണ്ടത്തിക്കോട് CLC ഓവറോൾ കരസ്ഥമാക്കി. തുടർന്ന് ഒക്ടോബർ 2 നടന്ന അതിരൂപതാ മത്സരത്തിലും CLC അംഗങ്ങൾ പങ്കെടുത്തു. വിജയികളായവർക്ക് ഇടവകയുടെ അഭിനന്ദനങ്ങൾ. ജപമാല മാസാചരണത്തോടനുബന്ധിച്ച് ഈ വർഷവും നമ്മുടെ CLC അംഗങ്ങൾ ജപമാല നിർമ്മിച്ച് പള്ളിയുടെ മുൻവശത്ത് ചാർത്തുകയുണ്ടായി. CLC സംഘടനയ്ക്ക് വികാരിയച്ഛൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈ കൊന്തമാസത്തിൽ നമ്മുടെ വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹൗസ് അടിസ്ഥാനത്തിൽ മത്സരങ്ങൾ നടത്തുന്നുണ്ട്. ഒക്ടോബർ 30 രാത്രി 9 മണിക്കുള്ളിൽ കൊന്ത നിർമ്മാണ മത്സരവും 31 കൊന്തറാലിക്ക് ശേഷം മാതാവിന്റെ 20 പ്രത്യക്ഷീകരണങ്ങൾ ഫാൻസി ഡ്രസ് മത്സരമായും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിശ്വാസ പരിശീലന അധ്യാപകരുമായോ ഹൗസ് ആനിമേറ്റേഴ്സുമായോ ബന്ധപ്പെടുക. അറിയിപ്പുകൾ. ഒക്ടോബർ 4 ഫ്രാൻസിസ് പാപ്പയുടെ ഫീസ്റ്റ് ദിനം. ഒക്ടോബർ 6 പ്രതിനിധി യോഗം ഉണ്ടായിരിക്കും. അജണ്ട തെരട്ട് പാസാക്കൽ. ഒക്ടോബർ 13 ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പൊതുയോഗം ഉണ്ടായിരിക്കും. ഒക്ടോബർ 13 ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയോടുകൂടി ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായുള്ള പള്ളി നിർമ്മാണ പുനർനിർമ്മാണ കമ്മിറ്റി അംഗങ്ങളുടെ സംഗമം നടത്തുന്നതാണ്.
നമ്മുടെ ഇടവകയിലെ വിധവകളുടെ കൂട്ടായ്മയായ നവോമി അവരുടെ മധ്യസ്ഥയായി പരിശുദ്ധ അമ്മയെ തെരഞ്ഞെടുത്തു. നമ്മുടെ ഇടവകയിലെ ഏതെങ്കിലും ഇടവക അംഗം മരിക്കുകയാണെങ്കിൽ മൃതസംസ്കാരത്തിന് ശേഷം വൈകിട്ട് 6:30 നവോമി കൂട്ടായ്മയിലെ അംഗങ്ങൾ ആ വീട്ടുകാരുടെ ദുഃഖത്തിൽ പങ്കാളിയാകുന്നതിൻ്റെ ഭാഗമായി സിസ്റ്റർ ദയയുടെ നേതൃത്വത്തിൽ ആ വീട്ടിൽ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വരുന്നതായിരിക്കും. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ഇടവകയിലെ സെന്റ് വിൻസെന്റ് പോൾ കുടുംബ കൂട്ടായ്മ അംഗമായ തച്ചേലിൽ ജോസഫ് ഭാര്യ അൽഫോൻസ സെപ്റ്റംബർ 30 രാത്രി 11 മണിക്ക് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പരേതയുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹെവൻലി ബ്ലിസ് ചാനൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച മരിയൻ ബീച്ച് ഈ വർഷവും ജപമാല മാസത്തിൽ നടത്തുന്നു. ഒരു യൂണിറ്റിൽ നിന്നും പരമാവധി 5 പേർ അടങ്ങുന്ന ഒരു ടീമിനെ പങ്കെടുക്കാം. താല്പര്യമുള്ള യൂണിറ്റുകൾ ഒക്ടോബർ 8-നുള്ളിൽ പേര് നൽകേണ്ടതാണ്. ഒക്ടോബർ 6 ഞായറാഴ്ചയിലെ കുടുംബ സമ്മേളനങ്ങൾ വൈകിട്ട് 3 മണിക്ക് തിരുകുടുംബ യൂണിറ്റ് ആളൂർ വർഗീസ് യേശുദാസിൻ്റെ ഭവനത്തിൽ, 3 മണിക്ക് സെൻറ് ജോർജ് യൂണിറ്റ് അറക്കൽ എസ്തപ്പാനോസ് ഫ്രാൻസിസിൻ്റെ ഭവനത്തിൽ, 4 മണിക്ക് സെൻറ് മേരീസ് യൂണിറ്റ് ചിറ്റാട്ടുകര തോമ ഫ്രാൻസിസിൻ്റെ ഭവനത്തിൽ, 4 മണിക്ക് സെൻറ് സാബാസ്റ്റ്യൻ യൂണിറ്റ് ചെറവത്തൂർ ഇനാശു വറീദിൻ്റെ ഭവനത്തിൽ, 5 മണിക്ക് സെൻറ് പീറ്റർ യൂണിറ്റ് ചെറവത്തൂർ ലോനപ്പൻ ജോസഫിൻ്റെ ഭവനത്തിൽ, 5 മണിക്ക് സെൻറ് അൽഫോൻസ യൂണിറ്റ് പുത്തിരി പത്രോസ് ജോസിൻ്റെ ഭവനത്തിൽ. ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ് സേവിയർ യൂണിറ്റ്. വായനകൾ സെൻറ് പീറ്റർ യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.